ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. കരസേനയിലേക്കുള്ള അഗ്നിവീർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 2 ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകളാണുള്ളത്, കോഴിക്കോടും തിരുവനന്തപുരവും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ എന്നീ 7 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും കോഴിക്കോട് ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസിന് കീഴിലാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. എറണാകുളം, ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ 7 ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസിന് കീഴിലുമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന തീയതി എന്ന് പറയുന്നത് 2025 മാർച്ച് 12 2025 ഏപ്രിൽ 10 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2025 മാർച്ച് 12 മുതൽ 2025 ഏപ്രിൽ 10 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 5 തസ്തികകളിലേക്കാണ് അഗ്നിവീർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തേത് അഗ്നിവീർ ടെക്നിക്കൽ, അതുപോലെ തന്നെ മൂന്നാമത്തേത് അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കലാണ്. നാലാമത്തേത് അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ്. അഞ്ചാമത്തേത് അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ്. ഓരോ തസ്തികകളുടെയും ക്വാളിഫിക്കേഷൻ നമുക്ക് വ്യക്തമായി നോക്കാം. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സാണ്. 10ാം തരം ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസിക് ആയിട്ടുള്ള 5 സബ്ജക്റ്റുകളിൽ അഗ്രിഗേറ്റ് അതായത് ആവറേജ് ആയിട്ട് 45% മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും 33% കൂടുതൽ മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതായത് LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡ്രൈവർ റിക്വയർമെൻറ്റ്സിലേക്ക് സ്പെഷ്യൽ പ്രിഫറൻസ് ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. ഏജ് എന്ന് പറയുന്നത് 17 മുതൽ 21 വയസ്സ് വരെയാണ്. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഈ പറഞ്ഞ 5 തസ്തികകളിലേക്കും പ്രായപരിധി എന്ന് പറയുന്നത് 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ്. അടുത്തത് അഗ്നിവീർ ടെക്നിക്കൽ. അഗ്നിവീർ ടെക്നിക്കലിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2-ൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റുകളിൽ അഗ്രിഗേറ്റായി 50% മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റിലും 40% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ ITI, പോളി എന്നിവ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പ്രത്യേകം ട്രേഡുകൾ എടുത്തു പറയുന്നുണ്ട്. അതായത് മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഇലക്ട്രോണിക് മെക്കാനിക്, ടെക്നീഷ്യൻ, പവർ ഇലക്ട്രോണിക് സിസ്റ്റം, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, ഡ്രാഫ്റ്റ്സ്മാൻ, സർവേയർ, ജിയോ ഇൻഫോർമാറ്റിക്സ് അസിസ്റ്റൻറ്റ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സിസ്റ്റം മെയിൻ്റനൻസ്, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വെസൽ നാവിഗേറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഇത്രയും കോഴ്സുകൾ പഠിച്ചവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇതിൻ്റെ പ്രായപരിധിയും 17 മുതൽ 21 വയസ്സ് വരെ തന്നെയാണ്. അടുത്തത് അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കലാണ്. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2-ന് 60% മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഏത് +2 ആയാലും കുഴപ്പമില്ല, ആർട്സ് ആയാലും കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും എല്ലാ +2 പറ്റുന്നതാണ്. എന്നാൽ 60% മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റിനും 50% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ്, ബുക്ക് കീപ്പിംഗ് ഇതിൽ +2 തലത്തിൽ നിർബന്ധമായിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. +2 തലത്തിൽ 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ്സാണ്. 10th പാസിൻ്റെ 10ാം തരമാണ് യോഗ്യത. പ്രായപരിധി എല്ലാത്തിനും സെയിം ആണെന്ന് പറഞ്ഞു, 17 മുതൽ 21 വയസ്സ് വരെയാണ്. അടുത്തത് ട്രേഡ്സ്മാൻ 8th പാസ്, 8ാം തരമാണ് യോഗ്യത. ഈ 10th പാസിനും 8th പാസിനും മിനിമം 33% മാർക്ക് എല്ലാ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്തതായി പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് 2 കാറ്റഗറിയിലേക്കായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓരോന്നിനും പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്, +2 തല പരീക്ഷകൾ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാവും.
അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ഡേറ്റ് ഓഫ് ബർത്ത് അടിസ്ഥാനമായി കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. 2004 ഒക്ടോബർ 1-നും 2008 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. 2 തീയതികൾ ഉൾപ്പെടെയാണ് പറയുന്നത്. 2004 ഒക്ടോബർ 1-നും 2008 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്ന് നോക്കാം. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 166 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് 77 സെൻറ്റിമീറ്ററും പ്ലസ് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനുമാണ്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതായത് എല്ലാ തസ്തികകളിലെയും ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 77 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനുമാണ്. അടുത്തത് അഗ്നിവീർ ടെക്നിക്കലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കലിൻ്റെത് 162. ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് വേണ്ട തസ്തിക അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കലാണ്. അത് 162 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസിന് 166, അതുപോലെ തന്നെ 8th പാസിനും 166 സെൻറ്റിമീറ്റർ തന്നെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചില റിലാക്സേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്പോർട്സ്മാൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഹൈറ്റിൽ 2 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ചെസ്റ്റിൽ 3 സെൻറ്റിമീറ്ററും വെയ്റ്റിൽ 5 കിലോഗ്രാമും ഇളവ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇളവ് നൽകി സ്പെഷ്യൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്ന ആളുകളെന്ന് പറയുന്നത് ലഡാക്കി, അതുപോലെ തന്നെ ഗൂർഖാസ്, ബോത്ത് നേപ്പാളീസ് ആൻഡ് ഇന്ത്യൻ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഫ്രം ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐസ്ലാൻഡ്സ്, ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഇൻക്ലൂഡിങ് അതായത് മിനിക്കോയ് ദ്വീപ്, അത് അത്തരം വിഭാഗങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു കൺസിഡറേഷൻ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായി ചാർട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അടുത്തത് ടെർമിനൽ ബെനിഫിറ്റ്സ് ആൻഡ് സേവാനിധി പാക്കേജസ്. അതായത് അഗ്നിവീർ സെലക്ഷൻ കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന സാലറിയും മറ്റ് ബെനിഫിറ്റ്സുമാണ് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ സാലറി എന്ന് പറയുന്നത് 30,000 രൂപയാണ്. എന്നാൽ അതിൻ്റെ 70% മാത്രമേ ഇൻ ഹാൻഡായിട്ട് ലഭിക്കുകയുള്ളൂ. അത് 21,000 രൂപ മാത്രം. അതായത് 30,000 ആണ് സാലറി എങ്കിലും അതിൻ്റെ 70% ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള 30% അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വർഷം 30,000 ആണ് സാലറി എങ്കിൽ 21,000 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. സെക്കൻഡ് ഇയറിൽ 33,000 ആണ് സാലറി, എന്നാൽ 23,700 രൂപയാണ് ഇൻ ഹാൻഡായിട്ട് കയ്യിൽ ലഭിക്കുക. അടുത്തത് മൂന്നാമത്തെ വർഷം 36,500 ആണ് സാലറി, എന്നാൽ കയ്യിൽ ലഭിക്കുന്നത് 25,550 ആണ്. നാലാമത്തെ വർഷം 40,000 രൂപയാണ്, എന്നാൽ 28,000 രൂപയാണ് കയ്യിൽ ലഭിക്കുക. ഇങ്ങനെ 30% മാറ്റി വെച്ചിട്ട് ആകെ 5.02 ലാഖാണ് 4 വർഷം കഴിയുമ്പോൾ സേവാനിധി അതായത് അഗ്നിവീർ കോർപ്പസ് ഫണ്ടിൽ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും മാറ്റിവെച്ച തുകയുണ്ടാവുക. അതുപോലെ തന്നെ സർക്കാരും സെയിം എമൗണ്ട് തന്നെ ഈ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ഈ 2 തുകയോട് കൂട്ടി 4 വർഷം കഴിഞ്ഞ് എക്സിറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്നത് 10.04 ലക്ഷം രൂപയാണ് സേവാനിധി പാക്കേജായിട്ട് കയ്യിൽ ലഭിക്കുക. അതിന് പുറമെ ഇൻഷുറൻസ്, ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി കോമ്പൻസേഷനും ഉണ്ടായിരിക്കുന്നതാണ്. അതായത് അഗ്നിവീറായി ജോലി ചെയ്യുന്ന കാലയളവിൽ 48 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസിയും ഉണ്ടായിരിക്കും. 4 വർഷത്തെ സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. എന്നാൽ എക്സ് സർവീസ് മെൻ എന്ന സ്റ്റാറ്റസ് ലഭിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അഗ്നിവീർ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് അൺമാരീഡ് ആയിരിക്കണം എന്ന് നിർബന്ധമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 4 വർഷത്തെ സേവന കാലയളവിനിടയിൽ വിവാഹിതരാവാനും പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അടുത്തത് പ്രൊസീജിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് ഈ വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിർബന്ധമായി കൊടുക്കണമെന്നും പറയുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ സമർപ്പിക്കുന്ന ഡേറ്റാണ് 2025 മാർച്ച് 12 മുതൽ 2025 ഏപ്രിൽ 10 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനൊരു ഫീസുണ്ട്. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 250 രൂപയാണ്. അത് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. UPI ഉപയോഗിച്ചോ അല്ലെങ്കിൽ കാർഡുകൾ ഉപയോഗിച്ചോ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അടുത്തത് തിരഞ്ഞെടുപ്പിന് 2 ഫേസുകളാണ് വരുന്നത്. ഫേസ് 1 ആൻഡ് ഫേസ് 2. ഫേസ് 1ൽ ഒരു ഓൺലൈൻ എക്സാമാണ്. അത് CEE എന്ന് പറയും. ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഈ ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ മാത്രമേ ഫേസ് 2ലേക്ക് കടത്തുകയുള്ളൂ. ഫേസ് 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഫേസ് 2 അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫേസ് 1ൻ്റെ എക്സാം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കന്നഡ, തമിഴ്, തെലുങ്കു, പഞ്ചാബി, ഒഡിയ, ബംഗാളി, ഉറുദു, ഗുജറാത്തി, മറാത്തി, അസമീസ് എന്നീ 13 ഭാഷകളിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവുക. കേരളത്തിൽ നിന്നുള്ളവർക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാവുന്നതാണ്.
അതിനു പുറമെ അഗ്നിവീർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. 1 മിനിറ്റിൽ 30 വാക്കുകൾ ടൈപ്പ് ചെയ്ത് ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. അടുത്തത് ഫേസ് 2. ഫേസ് 2 വരുന്നത് ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റുമാണ് വരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് 4 ടെസ്റ്റുകളാണ് ഉണ്ടായിരിക്കുക. 1.6 കിലോമീറ്റർ ഓട്ടം, ബീം പുള്ളപ്സ്, അതുപോലെ തന്നെ 9 ഫീറ്റ് ഡിച്ച് ചാടിക്കടക്കൽ, അതുപോലെ തന്നെ 6 ആക്ക് ബാലൻസ് എന്നിങ്ങനെ 4 ടെസ്റ്റുകളാണ് ഉണ്ടായിരിക്കുക. ആയതിൽ 1.6 കിലോമീറ്റർ ഓട്ടത്തിനും പുള്ളപ്സിനും മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മാർക്ക് വരുന്നത് ഗ്രൂപ്പ് 1, 2, 3, 4 എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അതിന് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് 5 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുന്നവരെയാണ് ഗ്രൂപ്പ് 1ൽ പെടുന്നത്. അവർക്ക് 60 മാർക്കാണ് ഓട്ടത്തിന് ലഭിക്കുന്നത്. ഗ്രൂപ്പ് 2 വരുന്നത് 5 മിനിറ്റ് 31 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് 45 സെക്കൻഡ് വരെ സമയമെടുത്ത് ഓടി ഫിനിഷ് ചെയ്യുന്ന ആളുകൾക്കാണ്. അവർക്ക് 48 മാർക്കാണ്. അടുത്തത് 5 മിനിറ്റ് 46 സെക്കൻഡ് മുതൽ 6 മിനിറ്റ് വരെ സമയമെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 36 മാർക്കും, 6 മിനിറ്റ് 1 സെക്കൻഡ് മുതൽ 6 മിനിറ്റ് 15 സെക്കൻഡ് വരെ സമയമെടുക്കുന്നവർക്ക് 24 മാർക്കുമാണ് ഓട്ടത്തിൽ ലഭിക്കുക. പുള്ളപ്പിൽ മിനിമം ക്വാളിഫൈ ചെയ്യേണ്ടത് 6 പുള്ളപ്പാണ്. 10 പുള്ളപ്പ് എടുക്കുന്നവർക്ക് 40 മാർക്ക്, 9 പുള്ളപ്പ് എടുക്കുന്നവർക്ക് 33 മാർക്ക്, 8 പുള്ളപ്പ് എടുക്കുന്നവർക്ക് 27 മാർക്ക്, 7 പുള്ളപ്പ് എടുക്കുന്നവർക്ക് 21 മാർക്ക്, 6 പുള്ളപ്പ് എടുക്കുന്നവർക്ക് 16 മാർക്ക് എന്നിങ്ങനെയാണ് മാർക്ക് നൽകുന്നത്. 9 ഫീറ്റ് ഡിച്ച് അതുപോലെ തന്നെ 6 ആക്ക് ബാലൻസ് ഇതിന് രണ്ടിനും മാർക്കില്ല, എന്നാൽ നിർബന്ധമായി ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ടീം സ്റ്റഡിയിങ് ടൈം PSC.